ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആശ. ഇന്ന് നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ 2025 എൻ്റെ വർഷമാണ്. ഞാൻ വിജയിക്കും, ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും ഞാൻ വിജയം നേടിയെടുക്കും എന്നുള്ള ആഴത്തിലുള്ളൊരു വിശ്വാസം നിങ്ങളുടെ മനസ്സിലുണ്ട്. ഞാൻ വിജയിയാണ് എന്നൊരു ഭാവം നിങ്ങളുടെ മനസ്സിലുണ്ട്. നിങ്ങൾ ചിന്തകൾ കൊണ്ട് വിജയിക്കാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രാക്ടീസ് നിങ്ങളെ അത്ഭുതകരമായിട്ട് ആ വിജയങ്ങളെ നിങ്ങളിലേക്ക് ആകർഷിച്ചെടുക്കാൻ സഹായിക്കും. കർമ്മം നിങ്ങൾ ചെയ്യണം, അത് നിങ്ങൾക്കേ അറിയുള്ളൂ. നിങ്ങൾ ആ ആഗ്രഹങ്ങൾ നേടിയെടുക്കാനായിട്ടുള്ള കർമ്മങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തുകൊണ്ട് ഈ പ്രാക്ടീസുകളും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ 25-ന്, അതായത് ഈ നിങ്ങളുടെ ജീവിതത്തിലെ ഒരുപാട് വിജയങ്ങളുടെ തുടക്കമാകും ഈ വർഷം എന്ന് പറയുന്നത്. വിജയിക്കും, ഞാൻ വിജയിയാണ്, വിജയിക്കാനുള്ള എല്ലാ അർഹതയും എനിക്കുണ്ട്, വിജയം എന്നിലേക്ക് ആകർഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ, സമ്പത്താണെങ്കിൽ സമ്പത്ത്, സന്തോഷകരമായ കുടുംബജീവിതമാണെങ്കിൽ അത്, ആരോഗ്യമാണെങ്കിൽ, എന്താണോ നിങ്ങൾക്ക് ആവശ്യം ആ അഫർമേഷൻസ് ഇങ്ങനെ ആഴത്തിൽ ഉറച്ച വിശ്വാസത്തിൽ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക കേട്ടോ. ഇനി പ്രാക്ടീസുകൾ ഞാൻ പറയാം. അതിനു മുൻപ് എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനലിൻ്റെ വിജയത്തിന് നിങ്ങളെല്ലാവരും നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ സപ്പോർട്ടിനും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. ഇനിയും മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാകും എന്നുള്ള വിശ്വാസവും എനിക്കുണ്ട്. ഞാൻ പറഞ്ഞു തരുന്ന അറിവുകളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചമായിട്ട് വിജയമായിട്ട് മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. മറന്നു പോകരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് പ്രാക്ടീസുകളിലേക്ക് വരാം. നമ്മൾ ഈ പ്രാക്ടീസുകൾ ആത്മാർത്ഥമായിട്ട് അല്ലെങ്കിൽ സ്വസ്ഥമായിട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്നും ഉണർന്ന് എഴുന്നേൽക്കുന്നതിനേക്കാൾ ഒരു 20 മിനിറ്റെങ്കിലും, അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ മതി, അരമണിക്കൂർ നേരത്തെ എഴുന്നേൽക്കാൻ ശ്രമിക്കുക കേട്ടോ. എന്നാൽ മാത്രമേ നമുക്കിത് ആത്മാർത്ഥമായിട്ട് അല്ലെങ്കിൽ സ്വസ്ഥതയോടുകൂടി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഫസ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം മെഡിറ്റേഷൻ എന്താണെന്നും എന്തിനു വേണ്ടിയിട്ടാണെന്നും ഒക്കെയുള്ള വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുമ്പം അറിയാൻ സാധിക്കും. നമ്മുടെ മനസ്സിലെ അനാവശ്യമായ ചിന്തകളെ കുറച്ചിട്ട് ആ ചിന്തകളെ പോസിറ്റീവാക്കി നിലനിർത്താനും, ശരിക്കും പറഞ്ഞാൽ വാക്കുകൾക്ക് അതീതമാണ് മെഡിറ്റേഷനിൽ നിന്നും കിട്ടുന്ന ഗുണങ്ങളെന്ന് പറയുന്നത്. നമ്മുടെ ഒരു പുതിയ വ്യക്തിയായിട്ട്, ഒരു ക്വാളിറ്റി ഉള്ള ഒരു മനുഷ്യനാക്കി തീർക്കാൻ മെഡിറ്റേഷനോളം നമ്മളെ സഹായിക്കുന്നതൊന്നും ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്യുന്നത് എന്നും ഒരു ശീലമാക്കി മാറ്റുക. ഒരു 10 to 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് നിങ്ങൾ ഒരു സിമ്പിൾ മെഡിറ്റേഷൻ, മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷനിലൂടെ സ്റ്റാർട്ട് ചെയ്യുക. മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ശരീരവും മനസ്സും സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ ശരീരവും മനസ്സും ശാന്തമാവുകയാണ്, വിശ്രമാവസ്ഥയിലെത്തുകയാണ്. നമ്മൾ ഈ നിമിഷത്തെ അറിയുകയാണ്. അതിപ്പോൾ ശ്വാസവായുവിലൂടെയും നിശ്വാസവായുവിലൂടെയും അതിനെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് ഈ പ്രസൻറ്റിനെ അറിഞ്ഞുകൊണ്ട് ആ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷനൊക്കെ സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിന് നല്ല സ്വസ്ഥതയും സമാധാനവും, നമ്മുടെ ജീവിതത്തിൽ തന്നെ മാറ്റങ്ങൾ വരുന്നത് പറയുന്നതിനേക്കാളേറെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ നല്ലൊരു മെഡിറ്റേഷൻ സെലക്ട് ചെയ്ത് അതെന്നും പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഒരുപാട് നേരം ഇരിക്കണം എന്നൊന്നുമില്ല, കുറച്ച് നേരമാണെങ്കിലും ശാന്തമായിട്ട് സമാധാനമായിട്ടിരുന്ന് മെഡിറ്റേഷൻ ചെയ്യാൻ ശ്രമിക്കുക. രണ്ടാമത്തത്, എന്നും ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്നത്, ഒരു 11 ഗ്രാറ്റിറ്റ്യൂഡെങ്കിലും ഡെയിലി എഴുതാൻ ശ്രമിക്കുക. അതെങ്ങനെയാണ്? നിങ്ങൾക്ക് ദൈവം നൽകി അനുഗ്രഹിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് എന്നും ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക. അതായത് ഇപ്പോൾ നിങ്ങൾ ഉദാഹരണം പറഞ്ഞു തരാണെങ്കിൽ, ഞാൻ പിറന്നു വീണ നിമിഷത്തിന് ആത്മാർത്ഥമായിട്ട് നന്ദി പറയുന്നു, ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിന് നന്ദി പറയുന്നു, ഞാൻ കുടിക്കുന്ന ജലത്തിന് നന്ദി പറയുന്നു, എൻ്റെ പ്രാണവായുവിന് നന്ദി പറയുന്നു, എൻ്റെ ശരീരത്തിന് നന്ദി പറയുന്നു, എൻ്റെ ആത്മാവിന് നന്ദി പറയുന്നു, എൻ്റെ മാതാപിതാക്കൾക്ക് നന്ദി പറയുന്നു, ഞാൻ ജന്മം കൊടുത്ത കുഞ്ഞുങ്ങൾക്ക് നന്ദി പറയുന്നു, എൻ്റെ ലൈഫ് പാർട്ട്ണർക്ക് നന്ദി പറയുന്നു, എൻ്റെ ജോബിന് നന്ദി പറയുന്നു. ഇങ്ങനെ നിങ്ങൾക്കുള്ള കാര്യങ്ങൾക്ക്, ഇപ്പം നിങ്ങൾക്ക് സൗഭാഗ്യം നിറഞ്ഞൊരു വീട്, വാഹനങ്ങൾ, ഇതെല്ലാത്തിനും നിങ്ങൾക്കുള്ളതിന് നിങ്ങളൊരു 10 11 ഗ്രാറ്റിറ്റ്യൂഡ് എന്നും എഴുതും. 11 അല്ല, ഒരുപാട് എഴുതാൻ നമുക്ക്. അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന സമയം അനുസരിച്ച് നിങ്ങൾ ആ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുമ്പോൾ വെറുതെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത് നല്ലതാണ്, അതുകൊണ്ട് ഞാനും എഴുതുന്നു, അങ്ങനെയല്ല എഴുതേണ്ടത്. ആ എഴുതുന്ന സെൻറ്റൻസിൻ്റെ അർത്ഥവും മഹത്വവും മനസ്സിലാക്കി നിങ്ങളൊന്ന് എഴുതുക. എഴുതിയതിന് ശേഷം ഒന്ന്
വലത് കൈ ഒന്ന് ഇടത് നെഞ്ചിൽ വെച്ചിട്ട് ഞാൻ കുടിക്കുന്ന ജലത്തിനും ഞാൻ ശ്വസിക്കുന്ന പ്രാണവായുവിന് ഞാൻ നന്ദി പറയുന്നു. അതിനെ മനസ്സിലാക്കി ഒന്ന് ഹൃദയത്തിൽ കൈവച്ച് പറഞ്ഞു നോക്കൂ. അത് എത്ര മഹത്വമുള്ള വാക്കാണെന്ന് നിങ്ങൾക്കപ്പോൾ മനസ്സിലാകും. ആ രീതിയിൽ നിങ്ങളൊരു 10ഓ 11ഓ എഴുതിയാലും മതി, അതിൻ്റെ ആ റിസൾട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. ഏറ്റവും മഹത്വപൂർണ്ണമായ വാക്കാണ് നന്ദി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മഹത്വം അത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കുക. അതും നമ്മളെ ഒരു ഒരു വലിയ രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാനും നന്മകൾ ഉള്ള ഒരു മനസ്സിനുടമയാക്കി മാറ്റാനും അനുഗ്രഹം നമ്മളിലേക്ക് ആകർഷിക്കാനും ഒക്കെ ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് നമ്മളെ നല്ലോണം സഹായിക്കും. അപ്പോൾ എന്നും അത് എഴുതുന്നതൊരു ശീലമാക്കുക. അതിനായിട്ടൊരു ബുക്ക് നിങ്ങൾ വാങ്ങി സൂക്ഷിക്കുക കേട്ടോ. എന്നും നിങ്ങൾക്ക് എഴുതാൻ പറ്റിയില്ലെങ്കിൽ എന്തായാലും മനസ്സെവിടെയും പോവില്ലല്ലോ. മനസ്സുകൊണ്ട് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ എന്നും ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ ശ്രമിക്കുക. അത് അത്യാവശ്യ ഘട്ടങ്ങൾ അല്ല, നമുക്ക് എഴുതാൻ സമയമുണ്ട് പക്ഷെ മടി ആണെങ്കിൽ അതിന് അതിൻ്റേതായിട്ടുള്ള അത് ശരിയായിട്ടുള്ള ഒരു രീതിയിൽ നമുക്ക് സമയമുണ്ട്, നമുക്ക് എഴുതാൻ പറ്റും. പക്ഷെ മടി അത് പാടില്ല. മടിയെ മാറ്റി വെച്ചിട്ട് നമ്മൾ എങ്ങനെയെങ്കിലും നിർബന്ധപൂർവ്വം നമുക്കല്ലേ നന്നാകേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തീരുമാനം എടുത്തു കഴിഞ്ഞു ഞാൻ വിജയിക്കുമെന്ന്, അന്നേരം മടിക്കൊന്നും അവിടെ യാതൊരു സ്ഥാനമില്ല. നിങ്ങൾ എഴുതുക കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഈ പ്രാക്ടീസുകളൊക്കെ അത്ഭുതകരമായിട്ടുള്ള റിസൾട്ട് നമ്മൾക്ക് നേടിത്തരാൻ സഹായിക്കും. മറന്നു പോകണ്ട. അത് കഴിഞ്ഞാൽ ഗോൾസ്. ഒരു മനുഷ്യനെ ശരിക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് ആ സ്വപ്നങ്ങൾ തന്നെയാണ്. ഇനി അതായത് നമുക്ക് ഈ ഭൂമിയിൽ അല്ലെങ്കിൽ 2025 തന്നെ എടുക്കൂ. 2025 നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാനുണ്ട് അതെല്ലാം നേടിയെടുത്തു കഴിഞ്ഞു. ഈ ലോ ഓഫ് അട്രാക്ഷൻ്റെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നേടിയെടുത്ത് കഴിഞ്ഞു എന്നോ കഴിഞ്ഞതിന് നന്ദിയോ എന്ന രീതിയിലാണ് ആ ഒരു ഗോൾ ലിസ്റ്റിൽ നമ്മുടെ ആഗ്രഹങ്ങൾ എഴുതേണ്ടത്. ഗോൾ ലിസ്റ്റ് എഴുതുന്ന ബുക്കിൽ. അപ്പം നിങ്ങൾ അതിനായിട്ടൊരു കുഞ്ഞു ബുക്ക് വാങ്ങി വെച്ചേക്കുക. അധികം പേജ് വേണമെന്നില്ല. അതിൽ നിങ്ങൾ എഴുതുക 2025 ഗോൾ ലിസ്റ്റ് എഴുതുന്ന, അങ്ങനെ വേണമെങ്കിൽ എഴുതാം. അല്ലെങ്കിൽ 2025 ഒന്നും വേണ്ട, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് എഴുതാനായിട്ട് ഒരു ബുക്ക് നിങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട്. അതിൽ എഴുതുക എന്താണ്, ഞാൻ ആഗ്രഹിച്ചതുപോലെ നല്ലൊരു ജോലി എനിക്ക് സ്വന്തമാക്കാൻ സാധിച്ചു, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ചതുപോലെ വാഹനം സ്വന്തമാക്കാൻ സാധിച്ചു, എൻ്റെ കുടുംബജീവിതം വളരെ സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുന്നു, എൻ്റെ സാമ്പത്തികം അല്ലെങ്കിൽ വരുമാന മാർഗം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു, എൻ്റെ ബിസിനസ്സുകൾ വൻ വിജയത്തിൽ അല്ലെങ്കിൽ വൻ ലാഭത്തിലേക്ക് ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ നിങ്ങളുടെ അവരവരുടെ ജീവിതത്തിൽ നോക്കി എന്ത് കിട്ടിയാലാണ് ഞാൻ വിജയി എന്ന് എനിക്ക് പറയാൻ സാധിക്കുക എന്ന് സ്വയം ചോദിച്ചു നോക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും ജീവിതത്തിൻ്റെ ഏതെല്ലാം തലങ്ങളിലാണ് ഞാൻ വിജയിക്കേണ്ടതെന്ന്. കുഞ്ഞുങ്ങളുടെ കാര്യമായിക്കോട്ടെ, നിങ്ങൾക്ക് എഴുതാം. എൻ്റെ കുഞ്ഞുങ്ങൾ 10th ഒക്കെ എക്സാം എഴുതുന്നവരാണെങ്കിൽ എത്ര % വിജയം നേടിയെടുത്തതിന് നന്ദി. ഇങ്ങനെയൊക്കെ നിങ്ങളുടെ ഗോൾസിൽ ചെറുതും വലുതും എന്നുള്ള ആഗ്രഹമൊന്നുമില്ല. നിങ്ങൾക്ക് ആഗ്രഹം എന്ന് തോന്നുന്നതെല്ലാം ആ ഗോൾ ലിസ്റ്റ് എഴുതുന്ന ബുക്കിൽ നിങ്ങൾ എഴുതി വയ്ക്കുക. ഈ ഗോൾ ലിസ്റ്റ് എഴുതി കഴിഞ്ഞാൽ 1-2 ആഴ്ചയെങ്കിലും നിങ്ങളത് ദിവസവും വായിക്കാൻ ശ്രമിക്കുക. കാരണം എനിക്ക് ഇത്രയും സ്വപ്നങ്ങൾ ഈ ഭൂമിയിൽ നേടിയെടുക്കാനുണ്ട്, എനിക്കത് സാധിക്കും. ആ സ്വപ്നങ്ങളെക്കുറിച്ച് നമ്മൾ വായിക്കും തോറും ആ സ്വപ്നത്തിലേക്ക് നമ്മൾ കൂടുതൽ കൂടുതൽ അടുത്തുകൊണ്ടേയിരിക്കും. അപ്പോൾ 1-2 ആഴ്ച നിങ്ങൾ വായിക്കാൻ ശ്രമിക്കുക. ഇനി എപ്പോഴെങ്കിലും മനസ്സിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ വരുമല്ലോ, മനസ്സൊന്ന് തളർന്നിരിക്കുമ്പോഴും ഈ ഗോൾസ് എടുത്ത് വായിക്കുക. എനിക്ക് ഇതൊക്കെ നേടിയെടുക്കാനുണ്ട്, ഞാൻ തളർന്നിരുന്നാൽ ഒരിക്കലും ഇതൊന്നും സാധ്യമാകില്ല. അപ്പോൾ ഈ ഗോൾസുകൾ ശരിക്കും നമ്മളെ ജീവിക്കാനും കൂടെ പ്രേരിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് മനോഹരമായിട്ട് ഗോൾ ലിസ്റ്റിൽ നിങ്ങൾക്ക് ആഗ്രഹമുള്ളതൊക്കെ എഴുതി വയ്ക്കുക. ഒരു സാരി ആണെങ്കിലും എഴുതാം, ഒരു വീടാണെങ്കിലും എഴുതാം, ഒരു ജോബ് ആണെങ്കിലും എഴുതാം, ഒരു ഷർട്ട് ആണെങ്കിലും എഴുതാം. ഇപ്പോൾ ഒരു പേനയാണെങ്കിലും, ഇപ്പോൾ നല്ല വിലപിടിപ്പുള്ള പേന, ഒന്നിനും നിങ്ങളുടെ സ്വപ്നങ്ങളാണ്. അതിന് വലുതെന്നോ ചെറുതെന്നോ അത് എഴുതാമോ എന്നോ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്കത് ആഗ്രഹമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് എഴുതി വയ്ക്കുക. അതിനനുസരിച്ച് സന്തോഷത്തോടു കൂടി അത് ആവർത്തിച്ച് വായിക്കാനും കൂടെ ശ്രമിക്കുക കേട്ടോ. ഇനി ഗോൾ ലിസ്റ്റ് എഴുതുന്ന ബുക്കിൽ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട 2025 നിങ്ങൾക്ക് നേടിയെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 3-4 ഞാൻ പറയുന്നില്ല, നമുക്കല്ലേ അറിയുള്ളൂ, ആ ഒരു ആഗ്രഹങ്ങൾ എടുത്തിട്ട് അതിന് വളരെ മനോഹരമായിട്ട് സ്ക്രിപ്റ്റിംഗ് എഴുതി വയ്ക്കുക. ഇപ്പോൾ ഒരു വീടാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ്, ഞാൻ വളരെ സന്തോഷത്തോടും ഗ്രാറ്റിറ്റ്യൂഡോടും കൂടിയാണ് ഈ എഴുതുന്നത്. ഞാൻ ആഗ്രഹിച്ചതിനേക്കാൾ മനോഹരമായൊരു വീട് ഞാൻ സ്വന്തമാക്കി, ആ വീട്ടിലിരുന്നു കൊണ്ടാണ് ഞാൻ ഈ ഗ്രാറ്റിറ്റ്യൂഡ് അങ്ങേക്ക് എഴുതുന്നത്. അത്രയ്ക്കും വേഗത്തിലും എളുപ്പത്തിലും ഇത്രയും മനോഹരമായൊരു വീട് എനിക്ക് സ്വന്തമാക്കാൻ സാധിച്ചത് അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. വന്നവർക്കൊക്കെ വീട് വളരെയധികം ഇഷ്ടപ്പെടും. അത് തെളിവ് കൊടുക്കുക. ആ വീട് എനിക്ക് സ്വന്തമായി എന്നുള്ളതിന് തെളിവ് പോലെ നമ്മൾ ഓരോ
കാര്യങ്ങൾ കൊടുക്കുക. വീടിൻ്റെ ഹൗസ് വാമിങ് വളരെ മനോഹരമായിട്ട് ഞങ്ങൾക്ക് നടത്താൻ സാധിച്ചു. വന്നവരെല്ലാവരും വീടിനെക്കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞു. നല്ല ഫുഡായിരുന്നു എല്ലാവർക്കും കൊടുക്കാൻ സാധിച്ചത്. ആ വീടിൻ്റെ ആ ഒരു മണം, അന്നത്തെ ആ ഹൗസ് വാമിങ് ഡേയുടെ മണം ഇന്നും എൻ്റെ മനസ്സിൽ നിൽക്കുന്നുണ്ട്. ഇത്രയും മനോഹരമായൊരു വീട് എനിക്ക് സ്വന്തമാക്കാൻ സാധിച്ചതിന് അങ്ങേക്ക് കോടാനുകോടി നന്ദി പറയുന്നു. ഇങ്ങനെ നമ്മളും ആ ഒരു യൂണിവേഴ്സുമായിട്ടുള്ളൊരു മനസ്സ് നിറഞ്ഞ ഒരു അച്ഛനോട് ഒരു മകൾ അല്ലെങ്കിൽ മകൻ എങ്ങനെ നന്ദി പറയുമോ ആ രീതിയിൽ അത്രയ്ക്കും ആത്മാർത്ഥമായിട്ട് ആ ഒരു ഹൃദയത്തിൽ തൊട്ട് നന്ദി ആ ഒരു സ്ക്രിപ്റ്റിങ്ങിൽ എഴുതുക. അത് ഏത് ആഗ്രഹം ആയിക്കോട്ടെ, ജോബാണെങ്കിലും ശരി, അതും നിങ്ങൾ പറയും എനിക്ക് ജോബ് കിട്ടിയിരിക്കുന്നു, ഞാൻ ഫസ്റ്റ് സാലറി വാങ്ങിച്ചതിന് ശേഷമാണ് ഈ കത്ത് എഴുതുന്നത്. അപ്പോൾ ആ സാലറി വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യുമോ അതിനെക്കുറിച്ച് കൂടെ വ്യക്തമായിട്ട് തെളിവ് പോലെ, എന്ന് വെച്ചാൽ അത് കിട്ടിക്കഴിഞ്ഞു എന്നുള്ളൊരു തെളിവ് പോലെ നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ പാർട്ടി നടത്തിയെന്നോ അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്കും നല്ലൊരു ഒരു തുക കൊടുത്തുവെന്നോ അല്ലെങ്കിൽ ഹസ്ബൻഡിന് ഗിഫ്റ്റ് വാങ്ങിക്കൊടുത്തുവെന്നോ മക്കൾക്ക് ഗിഫ്റ്റ് വാങ്ങിക്കൊടുത്തുവെന്നോ അങ്ങനെ അതുപോലെ ആ ഒരു സാലറി വാങ്ങി എന്നുള്ളതിന് തെളിവ് പോലെ അതുവരെയുള്ള കഥകൾ വ്യക്തമായിട്ട് സ്ക്രിപ്റ്റിംഗ് എഴുതി വയ്ക്കും. എല്ലാ ആഗ്രഹങ്ങൾക്കും എഴുതാം കേട്ടോ. അപ്പോൾ ഈ 2025 പ്രധാനപ്പെട്ട ഒരു അഞ്ച് ആഗ്രഹങ്ങൾ എടുക്കും. എന്നിട്ട് അതിന് സ്ക്രിപ്റ്റിംഗ് എഴുതും. ഒറ്റ സ്ട്രെച്ചിനിരുന്ന് എല്ലാ സ്ക്രിപ്റ്റിംഗ് എഴുതണമെന്നില്ല. സമയമെടുത്ത് ഓരോ ദിവസം ഓരോ സ്ക്രിപ്റ്റിംഗ് ആയിട്ട് എഴുതിയാലും മതി. ഓക്കെ, അപ്പോൾ ഗോൾ ലിസ്റ്റ് എഴുതുക. ഇനി ഈ ഒരു സ്ക്രിപ്റ്റിംഗ് മാത്രം പോരാ, 2025 ഡിസംബറിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ എഴുതുകയാണ് 2025 എനിക്ക് എന്താണ് ഒരുപാട് വിജയങ്ങൾ സമ്മാനിച്ചൊരു വർഷമാണ് എന്ന് പറഞ്ഞിട്ട് യൂണിവേഴ്സിന് നിങ്ങളൊരു ഗ്രാറ്റിറ്റ്യൂഡ് ലെറ്റർ എഴുതുന്നത് പോലെ അതുകൂടെ ഒന്ന് എഴുതി വയ്ക്കുക. അത് സമയമെടുത്ത് പതിയെ എഴുതിയാൽ മതി. ചിലപ്പോൾ 1.5 മാസം പിടിക്കുമായിരിക്കും. ഓരോരോ പാരഗ്രാഫായിട്ട് എഴുതിയാൽ മതി. ഇതുപോലെ തന്നെ താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ്. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ 2025 ഡിസംബറിൽ ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ലെറ്റർ അങ്ങേക്ക് എഴുതുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വിജയവും സമാധാനവും സന്തോഷവും ഒരുപാട് അത്ഭുതകരമായ നിമിഷങ്ങളൊക്കെ എനിക്ക് നൽകിയ ഒരു വർഷമായിരുന്നു 2025. എനിക്ക് ഒരുപാട് സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ സാധിച്ചു. അങ്ങനെ നിങ്ങൾക്ക് ആഗ്രഹമുള്ള സ്വപ്നങ്ങളൊക്കെ ഇതിനകത്ത് നേടിയെടുത്തു എന്ന് പറഞ്ഞ് വളരെ മനോഹരമായിട്ട് നിങ്ങളുടെ കഥ നിങ്ങൾ തന്നെ എഴുതുക. അത് പതിയെ പതിയെ എഴുതിയാൽ മതി. ആ കഥ നിങ്ങൾ എഴുതുമ്പോൾ ആ കഥയിലൂടെ നിങ്ങൾ ജീവിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത് വിഷ്വലൈസേഷൻ്റെ പവർ കൂടെ അതിന് കൊടുക്കും, ആ ഒരു എഫക്റ്റ് കൂടെ. അതുകൊണ്ട് 2025 കഥയും കൂടെ നിങ്ങൾ എഴുതി വയ്ക്കുക. നിങ്ങൾക്കറിയാവുന്നുള്ള രീതിയിൽ മതി. അത് സാഹിത്യമൊന്നും വേണമെന്നില്ല. നമ്മുടെ കഥ നമ്മൾ എഴുതുന്നു. അപ്പോൾ അതിനകത്ത് നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം നേടിയെടുത്തു എന്ന് ഉൾപ്പെടുത്തിച്ചു കൊണ്ട് വേണം എഴുതാൻ. അതിനകത്ത് പ്രധാനമായിട്ട് നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് എഴുതിയിരിക്കണം. നിങ്ങളുടെ മാത്രമല്ല, കുടുംബത്തിലെല്ലാവരുടെ ആരോഗ്യത്തെക്കുറിച്ച്, നിങ്ങളുടെ റിലേഷൻഷിപ്പ്, ദാമ്പത്യ ജീവിതമായിക്കോട്ടെ, കുടുംബ ജീവിതമായിക്കോട്ടെ, കുഞ്ഞുങ്ങൾ തമ്മിലുള്ള എന്താണ് സ്നേഹം നിറഞ്ഞ ഒരു കുടുംബാന്തരീക്ഷം ആയിക്കോട്ടെ, എല്ലാം അതിനകത്ത് ഉൾപ്പെടുത്തണം. അതുപോലെ സമ്പത്തിനെക്കുറിച്ച്, നിങ്ങളുടെ വരുമാനം വർദ്ധിച്ചുവെന്നും നിങ്ങളുടെ എന്താണ് ബാങ്ക് അക്കൗണ്ടുകൾ പണം നിറയുന്നുവെന്നും നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ സമ്പന്നനായി എന്നുള്ള രീതിയിൽ തെളിയിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കുക. വീട്ടിൽ എന്തെങ്കിലും ഉപകരണങ്ങൾ വാങ്ങാനുണ്ടെങ്കിൽ അത് വാങ്ങിച്ചു. കാരണം നിങ്ങളുടെ കയ്യിൽ കാശുണ്ടെങ്കിലേ നിങ്ങൾ അത്രയും വീട്ടിൽ സാധനങ്ങളൊക്കെ വാങ്ങുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ വാങ്ങിച്ചു എന്ന് ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം നിങ്ങളത് എഴുതാൻ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹം അത് നേടിയെടുത്തു കഴിഞ്ഞു, അതും ഒരു തെളിവോടുകൂടി തന്നെ അത് പറയാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ ഈ 2 സ്ക്രിപ്റ്റിങ്, ഒന്ന് നമ്മുടെ കുഞ്ഞല്ല, നമ്മൾ ഗോൾ ലിസ്റ്റിലെ പ്രധാന ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോരോ പേജായിട്ട് ഓരോ സ്ക്രിപ്റ്റിങ് എഴുതുക. മറ്റൊന്ന് 2025 മുഴുവനായിട്ട് ഒരു സ്ക്രിപ്റ്റിങ്ങും എഴുതി വയ്ക്കാൻ ശ്രമിക്കുക. ഓക്കെ, മറന്നു പോകരുത്. പിന്നെ നിങ്ങൾ വിഷൻ ബോർഡ്, നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം ഈ ഗോൾ ലിസ്റ്റിൽ എഴുതുന്ന ആഗ്രഹങ്ങളുണ്ടല്ലോ, അതെല്ലാം ഒന്ന് സെലക്ട് ചെയ്ത് അതിലൊരു 10-15 എത്ര ആഗ്രഹം വേണമെങ്കിലും എടുക്കുക, ഒരു കുഴപ്പമില്ല. എന്നാലും ഒരു ചാർട്ട് പേപ്പറിനുള്ളിൽ നിൽക്കണം. അതിനനുസരിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള പിക്ചേഴ്സ് ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യുക. എന്നിട്ട് അത് ഡൗൺലോഡ് ചെയ്തെടുത്ത് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് അത് വലിയൊരു ചാർട്ട് പേപ്പർ, ഞാൻ വിഷൻ ബോർഡിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് 2024. എന്നാലും ഞാൻ പറയാം, ഒരു വലിയ ചാർട്ട് വാങ്ങിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറിലുള്ള ചാർട്ട് വാങ്ങിക്കുക. ചാർട്ടിൻ്റെ ഒരു ബോർഡർ കൊടുക്കുക. വിഷൻ ബോർഡ് 2025 എന്ന് ടൈറ്റിൽ കൊടുക്കുക. എന്നിട്ട് അതിനകത്ത് നിങ്ങൾ
നിങ്ങൾക്ക് ആഗ്രഹങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള പിക്ചേഴ്സ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്ത് നിങ്ങളുടെ പിക്ചർ വേണമെന്ന് ഒരു നിർബന്ധമില്ല. ഗൂഗിളിൽ പോകുമ്പോഴത്തേക്കും നമുക്ക് ഹാപ്പി ഫാമിലി എന്നോ എന്താ സക്സസ്ഫുൾ വുമൺ എന്നോ അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ്സിൻ്റെ കാര്യത്തിൽ സക്സസ് എന്താണോ നിങ്ങളുടെ ആവശ്യം അതനുസരിച്ച് സെർച്ച് ചെയ്ത് അതിനനുസരിച്ചുള്ള ഫോട്ടോ എടുത്തിട്ട് അതിനെ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് അത് വളരെ മനോഹരമായിട്ട് അടുക്കി അടുക്കി ഒട്ടിക്കുക. അതിനകത്ത് കളറും മിനുക്കവും തിളക്കവും ഒന്നും വേണ്ട, പിക്ചേഴ്സ് മാത്രം. നമ്മൾ രാവിലെ എഴുന്നേറ്റ് കണ്ടാൽ ആ പിക്ചർ നമ്മുടെ കണ്ണിലേക്ക് ആഴ്ന്നിറങ്ങണം. ആ രീതിയിൽ വ്യക്തമായിട്ട് പിക്ചേഴ്സ് എടുക്കുക, എന്നിട്ട് അത് ഒട്ടിക്കുക. അതിനകത്ത് നിങ്ങൾ ഏതെങ്കിലും സ്വിച്ച് വേർഡ് കൂടെ, അതായത് ഒന്ന് ഹെൽത്തിന് വേണ്ടിയിട്ട് ടുഗെദർ ചേഞ്ച്, ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു സ്വിച്ച് വേർഡാണ് ടുഗെദർ ചേഞ്ച്. കോൺവലെക്സ, ഏതെങ്കിലും നിങ്ങൾക്ക് സ്വിച്ച് വേർഡ് ഒട്ടിക്കാം. പണത്തിന് വേണ്ടിയിട്ട് കോൺവലെക്സ, റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഷൈൻ ടുഗെദർ. ഈ 3 സ്വിച്ച് വേർഡും നിങ്ങൾ അവിടെ ആ ഒരു സ്വിച്ച് വേർഡിൽ വിഷൻ ബോർഡിൽ എവിടെയെങ്കിലും വ്യക്തമായിട്ട് നമ്മുടെ കണ്ണിലേക്ക് പതിയുന്ന രീതിയിൽ വളരെ എന്താണ് നല്ല തെളിഞ്ഞ അതായത് ഡാർക്കൺ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് എഴുതി വെക്കുക കേട്ടോ. അപ്പോൾ അത് നമ്മുടെ കണ്ണിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ അറിയാതെ വായിച്ചു പോകും. അത് സബ് കോൺഷ്യസ് മൈൻഡിൽ പോയി നമ്മുടെ ജീവിതത്തിലേക്ക് അത് അതിന് സമാനമായിട്ടുള്ള സാഹചര്യം ആകർഷിച്ചെടുക്കും. ഇപ്പം കോൺവലെക്സ എന്ന് പറയുമ്പോൾ അത് പണത്തെയാണ് സൂചിപ്പിക്കുന്നത്. കോൺവലെക്സ എഴുതുമ്പോൾ ഗ്രീൻ കളർ പെന്നുകൊണ്ട് യൂസ് ചെയ്യുക. അതുപോലെ ടുഗദർ ചേഞ്ച് നിങ്ങൾക്ക് ബ്ലൂ കളർ പെൻ യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. റിലേഷൻഷിപ്പിൻ്റെ ആണെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ പിങ്ക്, മജന്ത അല്ലെങ്കിൽ റെഡ്. പിങ്ക്, മജന്ത കിട്ടിയില്ലെങ്കിൽ റെഡ് കളർ പെൻ യൂസ് ചെയ്യുക. ഈ വിഷൻ ബോർഡിനകത്ത് നിങ്ങൾ കഴിയുന്നതും ബ്ലാക്ക് കളർ പെൻ യൂസ് ചെയ്യാതിരിക്കുക. യൂസ് ചെയ്തൊന്നും കുഴപ്പമില്ല, എന്നാലും ബാക്കിയുള്ള കളേഴ്സ് കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. വളരെ മനോഹരമായിട്ട് ആ ഒരു വിഷൻ ബോർഡ് തയ്യാറാക്കി നിങ്ങൾ എന്നും രാവിലെ എഴുന്നേറ്റ് കാണുന്ന ഭിത്തിയിൽ തന്നെ അത് ഒട്ടിച്ച് വയ്ക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ശരിക്കും വിഷൻ ബോർഡ്. എന്നെ സംബന്ധിച്ചിടത്തോളം വിഷൻ ബോർഡ് എന്ന് പറയുന്നത് ശരിക്കും അത്ഭുതകരമായിട്ടുള്ള റിസൾട്ടാണ് ഇതുവരേക്കും എനിക്ക് ലഭിച്ചിട്ടുള്ള. ഓരോ വർഷവും അതിൽ ഏകദേശം 1 or 2 ആഗ്രഹങ്ങളായിരിക്കും എനിക്ക് മാനിഫെസ്റ്റ് ആകാനുള്ളത്. കഴിഞ്ഞ പ്രാവശ്യത്തിലും 3 ആഗ്രഹങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ ആഗ്രഹങ്ങളും എനിക്ക് മാനിഫെസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്കറിയാം അത്രത്തോളം പവർഫുള്ളായിട്ടുള്ളൊരു പ്രാക്ടീസാണ് ഈ വിഷൻ ബോർഡ് സെറ്റിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. പിന്നെ ഏതെങ്കിലും ആഗ്രഹങ്ങൾ, പ്രധാനപ്പെട്ട ആഗ്രഹങ്ങൾ നേടിയെടുക്കാനായിട്ട് ഏതെങ്കിലും ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്കൂടെ യൂസ് ചെയ്യുക. 55x5 ടെക്നിക്കോ, 33x3 ടെക്നിക്കോ, 1176ഓ, 369 ടെക്നിക്കോ, ഞാൻ തന്നെ ഈ ടെക്നിക്കുകളെ കുറിച്ചുള്ള വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിലേതെങ്കിലും ഒരു പ്രാക്ടീസ് കൂടെ ആഗ്രഹം നേടിയെടുക്കാനായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. എന്തായാലും ഈ പ്രാക്ടീസുകളൊക്കെ തീർച്ചയായിട്ടും ഒഴിവാക്കരുത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ തീർച്ചയായിട്ടും ഈ പ്രാക്ടീസുകൾ ചെയ്യുക. ഒപ്പം നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹത്തിന് വേണ്ടിയിട്ടുള്ള അഫർമേഷൻസും സ്വിച്ച് വേർഡ്സുകളും നിങ്ങൾ തന്നെ സെറ്റ് ചെയ്യുക. അഫർമേഷൻസ് ഇപ്പം ഹെൽത്ത് എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള അഫർമേഷൻസും സ്വിച്ച് വേർഡ്സുകളും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് അത് ഒന്ന് സെറ്റ് ചെയ്ത് എല്ലാ ദിവസവും ഒരു 11 തവണ അഫർമേഷനും സ്വിച്ച് വേർഡും എഴുതാൻ ശ്രമിക്കുക. സമയം കിട്ടുമ്പോഴൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. നിങ്ങൾ തന്നെ സെറ്റ് ചെയ്യുക ഇതൊക്കെ കേട്ടോ. ഇതാണ് അതിനുള്ള പ്രാക്ടീസുകൾ. ഇതിനപ്പുറം ഒരു പ്രാക്ടീസ് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഇത് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് സെറ്റ് ചെയ്ത് നിങ്ങൾ നല്ലോണം പ്രാക്ടീസ് ചെയ്യുമെങ്കിൽ തീർച്ചയായിട്ടും അത്ഭുതകരമായിട്ടുള്ള വിജയങ്ങൾ നിറഞ്ഞൊരു വർഷമായിരിക്കും നിങ്ങൾക്ക് 2025 എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും 2025 ഡിസംബറിൽ നിങ്ങൾക്ക് പറയാൻ ഒരുപാട് അത്ഭുതകരമായിട്ടുള്ള വിജയങ്ങളുണ്ടായിരിക്കും. ഈശ്വരാനുഗ്രഹം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. 2025 പുതുവർഷത്തിലെ ആദ്യത്തെ ബാച്ച് ഓൺലൈൻ ക്ലാസ് വരുന്ന ജനുവരി 7-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുകയാണ്. വളരെ പവർഫുള്ളായിട്ടുള്ള ക്ലാസ് ആയിരിക്കും. നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കി സമാധാനമാക്കി നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങളുടെ മനസ്സിനെ ഫോക്കസ് ചെയ്ത് അത് നേടിയെടുക്കാൻ സഹായിക്കുന്ന വളരെ പവർഫുള്ളായിട്ടുള്ള പ്രാക്ടീസുകളുണ്ട്. ഡെയിലി മെഡിറ്റേഷൻ ഉണ്ട്. എന്തായാലും നിങ്ങൾക്ക് മാറണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പ്രാക്ടീസുകളിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും. അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ക്ലാസ്സിൽ ചേരാൻ ആഗ്രഹമുള്ളവർ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.